ഭഗവതേ വാസുദേവായ. ഗോവർദ്ധനോദ്ധാരണം. കൊച്ചുമക്കളെ, നിങ്ങൾക്കിന്ന് ഏത് കഥയാണ് മുത്തശ്ശി പറയുന്നത് എന്നറിയാമോ? ഇന്ന് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം കുടയാക്കി പിടിച്ച ഒരു കഥയില്ലേ, അതാണ് പറയാൻ പോകുന്നത്. എന്താ, നിങ്ങൾക്കിഷ്ടമല്ലേ അത് കേൾക്കാൻ? മുത്തശ്ശി പറയാൻ തുടങ്ങട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. നാരദ മഹർഷി എന്ന് കേട്ടിട്ടില്ലേ മക്കളെ നിങ്ങൾ? ആ മഹർഷിയുടെ ജോലി എന്താണെന്നറിയാമോ? ഇവിടത്തെ കാര്യം അവിടെ പറയുക, അവിടത്തെ കാര്യം ഇവിടെ പറയുക, എന്നിട്ട് തമ്മിൽ കലഹം വരുത്തുക. ഇങ്ങനെ കലഹിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ കലഹത്തിനുള്ളിൽ ഒരു നല്ല കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് നടത്തിയെടുക്കാൻ വേണ്ടിയാണ് നാരദ മഹർഷി ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതാർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാവരും നാരദ മഹർഷിയെ കലഹപ്രിയൻ എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കും. ഈ നാരദ മഹർഷി ദേവലോകത്ത് പോയി ദേവേന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു: ഹേ ദേവരാജൻ, ഭൂലോകത്ത് ഗോപന്മാർ അങ്ങേക്ക് വർഷം തോറും ചെയ്തുകൊണ്ടിരുന്ന പൂജയുണ്ടല്ലോ, അത് ആ കൊച്ചു ബാലനായ കൃഷ്ണൻ തടഞ്ഞു നിർത്തി. എന്നിട്ട് ആ പൂജ ഗോവർദ്ധനഗിരിക്ക് ചെയ്തു എന്ന്. ഇത് കേട്ടതും ഇന്ദ്രന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഒരു കൊച്ചു ബാലനായ കൃഷ്ണന്റെ വാക്കുകേട്ട് ഗോകുലവാസികളായ ഗോപന്മാരെല്ലാം എന്നോട് ധിക്കാരം കാണിക്കുകയാണോ? എന്നെ അപമാനിക്കുവാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? ഇതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോൾ തന്നെ കൊടുക്കാം അവർക്ക് എന്ന് പറഞ്ഞ് എല്ലാ മേഘജാലങ്ങളെയും വിളിച്ചു കൂട്ടി. എന്തിനാണ് മേഘജാലങ്ങളെ വിളിച്ചു കൂട്ടിയതെന്നറിയണ്ടേ? മേഘങ്ങളാണല്ലോ മഴയായി കിട്ടുന്നത്. ഈ മഴയുടെ അധിപനാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് മേഘങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിയത്. പിന്നീട് ഇന്ദ്രൻ മേഘങ്ങളോട് പറഞ്ഞു: നിങ്ങൾക്കറിയാമോ, ആ കൊച്ചു ബാലനായ കൃഷ്ണൻ പറഞ്ഞിട്ട് ഗോപന്മാർ എനിക്ക് ചെയ്യേണ്ടിയിരുന്ന പൂജ ഗോവർദ്ധനഗിരിക്ക് ചെയ്തിരിക്കുന്നു. എന്നെ അപമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി ഗോവർദ്ധനവും ഗോകുലവുമെല്ലാം മഴ പെയ്ത് അവിടെ പ്രളയം സൃഷ്ടിക്കണം എന്ന്. ഇത് കേട്ടപ്പോൾ മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഭയങ്കര ശബ്ദത്തിൽ ഇടിയും മിന്നലും വരാൻ തുടങ്ങി. തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ കൂടെ കൊടും കാറ്റും. കാറ്റിൽ മരങ്ങളും വീടുകളും വീഴുന്നു. ജനങ്ങളും ഗോക്കളുമെല്ലാം തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. ഉള്ള വീടുകളിൽ വെള്ളം കയറി. എല്ലാവർക്കും പേടിയായി. ഗോപന്മാരെല്ലാവരും കൂടി നന്ദഗോപരുടെ വീട്ടിലേക്ക് ഓടി. നന്ദഗോപരാണല്ലോ മുഖ്യൻ. അതുമല്ല, നന്ദഗോപരുടെ പുത്രൻ കൃഷ്ണനാണല്ലോ ഗോവർദ്ധന പൂജ ചെയ്യിച്ചത്. അതുകൊണ്ട് കൃഷ്ണൻ തന്നെ ഇതിന് പരിഹാരവും കാണണം എന്ന് കരുതിയാണ് നന്ദഗോപരുടെ അടുത്തേക്ക് എല്ലാവരും പോയത്. എന്നിട്ട് നന്ദഗോപരോട് ഇങ്ങനെ പറഞ്ഞു: കൃഷ്ണൻ പറഞ്ഞിട്ടല്ലേ ഗോവർദ്ധന പൂജ ചെയ്തത്? അതുകൊണ്ടല്ലേ ഇന്ദ്രന് കോപം വന്ന് പ്രളയം സൃഷ്ടിച്ചത്? ഞങ്ങളുടെ വീടുകളെല്ലാം നശിച്ചു. ഞങ്ങൾ ഇനി എന്തു ചെയ്യും? കൃഷ്ണൻ തന്നെ ഇതിന് ഒരു പരിഹാരം കാണണം. ഞങ്ങളെ രക്ഷിക്കണം എന്ന്. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു: നിങ്ങളാരും വിഷമിക്കേണ്ട. ഗോവർദ്ധനഗിരിക്കല്ലേ നമ്മൾ പൂജ ചെയ്തത്. അപ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ള ബാധ്യതയും ഗോവർദ്ധനത്തിനുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ എന്ന്. അങ്ങനെ എല്ലാവരും ഗോവർദ്ധനത്തിനടുത്തെത്തി. കൃഷ്ണൻ ഗോവർദ്ധനത്തെ നമസ്കരിച്ചു. എല്ലാവരും ഗോവർദ്ധനത്തെ സ്തുതിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണൻ ഇടത്തെ കൈകൊണ്ട് ഗോവർദ്ധനത്തെ പൊക്കിയെടുത്തു. എല്ലാവർക്കും ആശ്ചര്യമായി. കാരണം 7 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി ഈ പർവ്വതത്തെ എങ്ങനെയാണ് പൊക്കിയത്? ഇത് സാധാരണ ബാലനല്ല, ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് ചിന്തിച്ച് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ കൃഷ്ണൻ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെല്ലാവരും ഭയപ്പെടാതെ അവരവരുടെ വീട്ടിലെ സാധനങ്ങളും തുണി, പാത്രങ്ങൾ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്ത് ഗോക്കളെയും കൂട്ടി ഇവിടെ വന്ന് താമസിച്ചോളൂ. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന്.
അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം. ഗോവർദ്ധനം കുടയായി പിടിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ വെള്ളം കയറിയില്ലേ എന്ന്. അതിനായിട്ട് കൃഷ്ണൻ എന്തു ചെയ്തെന്നറിയാമോ? സുദർശന ചക്രത്തോട് ഗോവർദ്ധനത്തിന്റെ മുകളിൽ നിൽക്കാൻ പറഞ്ഞു. എന്തിനാണെന്നോ? മഴ ശക്തിയായി പെയ്യുകയല്ലേ. പർവ്വതത്തിന്റെ മുകളിൽ വീഴുന്ന വെള്ളമെല്ലാം സുദർശന ചക്രം കുടിച്ചു തീർക്കും. പിന്നെ അനന്തഭഗവാനെ വിളിച്ച് ഗോവർദ്ധനത്തിന് ചുറ്റും മതിൽ കെട്ടിയ മാതിരി ചുറ്റിക്കിടക്കുവാൻ പറഞ്ഞു. എല്ലാവരും ഗോവർദ്ധനത്തിനുള്ളിൽ പ്രവേശിച്ചു. അങ്ങനെ 7 ദിവസം അവിടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ആ ദിവസങ്ങളെത്രയും കൃഷ്ണൻ ഗോവർദ്ധനത്തെ കുടയാക്കി പിടിച്ചു നിന്നു. ഗോപന്മാരും ഗോപികമാരും കുട്ടികളുമെല്ലാം ചകോരം ചന്ദ്രനെ നോക്കി നിൽക്കുന്ന പോലെ കൃഷ്ണനെ നോക്കി നിന്നു. അപ്പോഴേക്കും മേഘങ്ങളെല്ലാം തീർന്നു. ഇന്ദ്രന് തളർച്ചയായി. സൂര്യൻ വന്നു, വെളിച്ചവും വന്നു. വെള്ളമെല്ലാം വറ്റി, മണ്ണെല്ലാം ഉണങ്ങി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇനി എല്ലാവരും അവരവരുടെ സത്തുവകകൾ എടുത്ത് അവരവരുടെ ഗൃഹത്തിലേക്ക് പോയിക്കോളൂ എന്ന്. പക്ഷേ ആർക്കും അവിടം വിട്ടു പോകാൻ ഇഷ്ടമില്ല. എങ്കിലും കൃഷ്ണൻ പറഞ്ഞതല്ലേ, പോകാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും മനമില്ലാ മനസ്സോടെ അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇനി എന്താ, ഗോവർദ്ധനത്തെ താഴ്ത്തി വെക്കണമല്ലോ. കൃഷ്ണന്റെ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങളും സഹായിക്കാമെന്ന്. അങ്ങനെ കൃഷ്ണൻ കുറച്ചു ഭാഗം അവർക്ക് പിടിക്കാൻ കൊടുത്തു. പക്ഷേ അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. അവർ പിടിച്ച ഭാഗം താണു പോകുന്നു. പിന്നെ കൃഷ്ണൻ തന്നെ സാവധാനത്തിൽ പർവ്വതത്തെ അതിൻ്റെ സ്ഥാനത്ത് ഇറക്കി വെച്ചു. ഗോപികമാരെല്ലാം പാലുകൊണ്ടും തൈരുകൊണ്ടുമെല്ലാം പൂജ ചെയ്തു. യശോദയും രോഹിണിയും നന്ദഗോപരും മറ്റുള്ള ഗോപർമുഖ്യരുമെല്ലാം കൃഷ്ണനെ ഏറിയ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും വലിയ ഘോഷത്തോടുകൂടി നന്ദഗൃഹത്തിലേക്ക് പോയി. ദേവന്മാർക്കെല്ലാം സന്തോഷമായി പുഷ്പവൃഷ്ടി ചെയ്തു. ഗോവർദ്ധനോദ്ധാരണം കഥ ഇഷ്ടമായോ മക്കളെ? ഇനി അടുത്ത ദിവസം പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.